ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അത് ആരോഗ്യരംഗത്തെ പൂർണ്ണമായി മാറ്റി തീർക്കുന്നതിനായിരുന്നു. ആ രംഗം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനായിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ രാജ്യത്തിൻ്റെ മുന്നിലും ലോകത്തിനു മുന്നിലും ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയായിരുന്നു. അത് വെറുതെ പ്രചരണത്തിലൂടെയല്ല, അതിനുവേണ്ടി ആവശ്യമായ പണം ചെലവഴിക്കണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചു. തീരുമാനം കടലാസിൽ കിടക്കുകയല്ല ചെയ്തത്. എല്ലാ സ്ഥലത്തും ഈ പറയുന്ന മാറ്റമുണ്ടായി. സമയം അധികം എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ആരോഗ്യമന്ത്രി ആ കാര്യങ്ങളിലേക്ക് അധികം പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത്? വിവിധ താലൂക്ക് ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത്? ഒരാൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ചെറിയൊരു ഹാർട്ട് പ്രശ്നം നേരിട്ടു. ഉടനെ ജില്ലാ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അന്ന് അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി വളരെ നല്ല രീതിയിൽ സജ്ജമായിട്ടില്ല. അപ്പോൾ അവിടെ കാത്ത് ലാബ് സൗകര്യം അടക്കം വന്നു കഴിഞ്ഞിരുന്നു. നല്ല നിരക്ക് അദ്ദേഹത്തിന് പരിചരണം കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. എന്തൊരു മാറ്റമാണ്! ഇവിടെ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതിയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിലാകെ ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. എല്ലാ വിഭാഗം ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുക. ചികിത്സിക്കാൻ പറ്റാതെ ഒരു കൂട്ടം ഹതഭാഗ്യരുണ്ടാകരുത്. അതിനാണ് നാം ഒരുക്കങ്ങൾ നടത്തിയത്. യഥാർത്ഥത്തിൽ അത് എവിടം വരെ എത്തി? അങ്ങനെ തുടരുമ്പോഴാണല്ലോ, നമ്മുടെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് മഹാമാരി വന്നത്. കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിന്നല്ലോ. അതിസമ്പന്ന രാഷ്ട്രങ്ങളടക്കം ആ മഹാമാരിയുടെ മുന്നിൽ മുട്ടുകുത്തി വീണല്ലോ. ലോകവും രാജ്യവും ആശ്ചര്യത്തോടെ നമ്മുടെ നാടിനെ നോക്കിക്കണ്ടു. കോവിഡിൻ്റെ മൂർധന്യ ദശയിലും ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങൾ ഉയർന്നു നിന്നു. അതായത് ഒരു ഘട്ടത്തിലും കോവിഡിന് നാം ഇവിടെ ഒരുക്കിയ സൗകര്യങ്ങളെ കടന്നു പോകാനായില്ല. ആ മൂർധന്യ ദശയിലും ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകളും ആവശ്യത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ ലോകത്ത് അത്ഭുതകരമായ കാര്യമാണെന്ന്. ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും പറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രത്തിലടക്കം എന്താ നടന്നതെന്ന് നമുക്കെല്ലാം അറിയാലോ. അപ്പോഴാണ് നാം ഈ രീതിയിൽ എത്തിപ്പെട്ടത്. എങ്ങനെ എത്തിയതാണത്?
കോവിഡ് വരും എന്ന് കണ്ടുകൊണ്ടല്ല. നമ്മുടെ കേരളത്തിലെ ബഹുജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തണം. അതിന് നമ്മുടെ ആശുപത്രികൾ സജ്ജമാകണം, ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ രാജ്യവും ലോകവും കേരളത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന സ്ഥിതി ഉണ്ടായത്. ഇതൊരു ഭാഗം. കേരളത്തിൻ്റെ പൊതു ആരോഗ്യസ്ഥിതി നമ്മുടെ രാജ്യത്തും ലോകത്തും നവജാത ശിശുക്കളുടെ മരണനിരക്ക് രേഖപ്പെടുത്തി പോകുന്നുണ്ടല്ലോ. ആ കാര്യത്തിൽ രാജ്യത്തിനകത്ത് നമ്മൾ നേരത്തെ തന്നെ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ എന്താ സ്ഥിതി? അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്ക് 5.6 നമ്മുടേത് 5 എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇതാണ് ആരോഗ്യരംഗത്ത് വന്ന മാറ്റം. നമ്മുടെ മാതൃമരണ നിരക്ക് അതിലും രാജ്യത്തിന് മുന്നിൽ മാതൃകയായി നാം നിൽക്കുകയാണ്. നമ്മുടെ സീനിയർ സിറ്റിസൺസിൻ്റെ, മുതിർന്ന പൗരന്മാരുടെ അവസ്ഥ അതിലും നല്ല റെക്കോർഡ് സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ആവശ്യം വേണ്ട ചികിത്സ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മുടെ ആശുപത്രികളിലെ ഡോക്ടർമാർ സ്തുത്യർഹമായ സേവനമാണ് നടത്തിപ്പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായാണ് നമ്മൾ സംസ്ഥാന സർക്കാർ കേരളശ്രീ കൊടുത്ത് ഇവിടുത്തെ ഡോക്ടർ ജയകുമാറെ ആദരിക്കുന്ന നിലയുണ്ടായി. ഇത്തരത്തിലുള്ള ഡോക്ടർമാർ, നമ്മുടെ ആശുപത്രി ജീവനക്കാർ എല്ലാം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ വളർച്ചയ്ക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതോടൊപ്പം കേരളത്തിലെ ആരോഗ്യരംഗം പരിശോധിച്ചാൽ നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാത്രമല്ല ആരോഗ്യരംഗത്ത് സേവനം നടത്തുന്നത്. നല്ല രീതിയിൽ സ്വകാര്യ ആശുപത്രികളും കേരളത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവയാണ്. അവരുടെ സേവനവും എല്ലാ കാലത്തും നാം വിലമതിക്കുന്നതാണ്. അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നാം ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ചില സ്വകാര്യ ആശുപത്രികൾ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവയാണ്. അവയെ ചില ആഗോള ഭീമന്മാർ വന്ന് കൈയടക്കുകയാണ്. നല്ല പ്ലാനോടുകൂടിയാണത്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല. ആശുപത്രിയുടെ പേരിൽ മാറ്റമില്ല, ആശുപത്രിയുടെ മാനേജ്മെൻറ്റിൽ മാറ്റമില്ല, എല്ലാം അതേപോലെ നിലനിർത്തും. ആശുപത്രിക്കകത്ത് കടന്നാൽ മാറ്റം മനസ്സിലാവും. അതായത്
നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് വലിയ തോതിൽ ഇരട്ടിച്ചിരിക്കുന്നു. ആശുപത്രിക്കകത്ത് മറ്റ് സൗകര്യങ്ങളൊന്നും വലിയ തോതിൽ കൂട്ടിയിട്ടില്ല. പക്ഷേ ഇത്തരം ആശുപത്രികളുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ലാഭം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ലാഭത്തിൽ കണ്ണുനട്ടുകൊണ്ടുള്ള വരവാണ് ഇത്. കേരളത്തിലെ ഒരു പുതിയ പ്രവണതയായിട്ട് വരികയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് നടക്കുന്ന ആശുപത്രികളെ കൈക്കലാക്കിയാൽ ഈ ആഗോള ഭീമന്മാരുടെ കയ്യിലുള്ള വൻ സമ്പത്ത് അതിന് നല്ലതുപോലെ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന ധാരണയോടെയാണ് ഇങ്ങോട്ടവർ വരുന്നത്. ആളുകളെ സേവിക്കലല്ല. നമ്മുടെ സ്വകാര്യ ആശുപത്രികളെന്ന് പറയുന്നത് അവർ മുടക്കുന്ന മുതലിന് സ്വാഭാവികമായും അത് ഈടാക്കേണ്ടതുണ്ട്. ചില ലാഭം അവർക്ക് വേണമെന്ന് തന്നെ, അതിലൊന്നും നമുക്കാർക്കും പരാതിയുള്ളതല്ല. എന്നാൽ അതിലെല്ലാം ഒരു സേവനത്തിൻ്റെ സ്പർശമുണ്ടായിരുന്നു, സേവനത്തിൻ്റെ ഭാഗമുണ്ടായിരുന്നു. ഈ പുതിയ കൂട്ടർക്ക് ആ ഭാഗമേ ഇല്ല. എങ്ങനെ ഒരാളെ കിട്ടിയാൽ അതിലൂടെ പണം കൊയ്യാം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. അത്തരമൊരു പ്രവണത നാട്ടിൽ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ കരുത്താർജിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ, പൊതുജനാരോഗ്യ രംഗത്ത്, സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കുക എന്ന നിലക്കാണ് നാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് നാം പറയുന്ന നവകേരളം. നവകേരളം എന്നതൊരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അവിടേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്.